ഇതുതന്നെയാണ് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്കുകളാണ് പ്രതീക്ഷ കേട്ടത്. അതായത് കൃത്യമായി ഇത് ഒരു നിയന്ത്രണം ഉണ്ടാകുന്നു, സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഉണ്ടാകുന്നു. 20,000 പേര് എന്നുള്ളത് പൂർണ്ണമായും അത് നിജപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മാത്രമേ ശബരിമലയിലേക്ക് ദർശനം ഉണ്ടാവുകയുള്ളൂ. 90,000 പേർക്ക് മാത്രമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം ഉണ്ടാവുക. സ്പോട്ട് ബുക്കിംഗ് നേടാമെന്ന് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ 20,000 കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് അവിടെ ദർശനത്തിനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരമാവധി ആൾക്കാരെ ദർശനത്തിനെത്തുന്ന ആൾക്കാർക്ക്, ബുക്ക് ചെയ്തെത്തുന്ന ആൾക്കാർക്ക് ദർശനം സാധ്യമാക്കുക, ബാക്കിയുള്ള ആൾക്കാരെ അടുത്ത ദിവസം എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക അദ്ദേഹം തന്നെ പങ്കുവച്ചിരുന്നു. ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് മേലെ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉള്ളത്. ADGP ശ്രീജിത്ത് അടക്കമുള്ള ആൾക്കാർ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ താഴെ സന്നിധാനത്ത് സ്ഥിതി ശാന്തമാണ്. പക്ഷേ നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്, പമ്പയിൽ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായിട്ടും ഏറ്റവും കൂടുതൽ, അതായത് വാഹനങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്പോട്ട് ബുക്കിംഗ് നേരെ നിലയ്ക്കലിലേക്ക് മാത്രമായി മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ, അതായത് പമ്പയിൽ 3 കൗണ്ടർ ഉണ്ടാകും. ആ കൗണ്ടറിൽ വരുന്ന അത് കാനനപാത വഴി, അതായത് എരുമേലി വഴി വരുന്ന, എരുമേലി അഴുതയും കല്ലാന്തോടും ഒക്കെ തന്നെ കടന്ന് വലിയാനോട്ടവും ചെറിയാനോട്ടവും കരിമലയും കടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇന്നത്തെ ഒരു തിരക്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ശബരിമലയുടെ പ്രധാനപ്പെട്ട ഹബ്ബായി നിലയ്ക്കൽ മാറാൻ പോവുകയാണ്. ഈ മണ്ഡലവിളക്ക് സീസണിൽ, മകരവിളക്ക് സീസണിൽ ശബരിമലയുടെ പ്രധാനപ്പെട്ട പോയിന്റായി ഇനി മുതൽ നിലയ്ക്കലായിരിക്കും. പമ്പയായിരുന്നു. കാര്യം പ്രളയത്തിന് ശേഷം കുറച്ച് നിയന്ത്രണങ്ങൾ അത് കാര്യപ്രാപ്തിയിലേക്ക് വരിക, പ്രായോഗികമായ സമീപനങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ പുതിയ അറിയിപ്പ് 20,000 സ്പോട്ട് ബുക്കിംഗ് നാളെ മുതൽ നിയന്ത്രിക്കപ്പെടുകയാണ്. 7 കൗണ്ടറുകൾ കൂടി തുറക്കും. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് 20,000 ആകുമ്പോൾ ബാക്കി വെർച്വൽ ക്യൂ അത് 20,000-ൽ നിജപ്പെടുത്തിയിരിക്കുന്നു. അത് അടുത്ത മാസം 9 വരെ ആ ബുക്കിംഗ് ഫുള്ളാണ്, ആ സ്ലോട്ടൊക്കെ തന്നെ ഫുള്ളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 90,000 ആളുകളെ ശബരിമലയിൽ ഒരു ദിവസം ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. ആളുകൾ സഹകരിക്കണം. എല്ലാവരും ഈ തിരക്കിൻ്റെ അങ്ങേയറ്റത്തെ ഒരു സമയത്ത് ഒരു കഠിനമല ദർശനമായി അത് മാറല്, കാഠിന്യം കുറയ്ക്കുക, അതിന് തിരക്ക് സംബന്ധിച്ചൊക്കെയുള്ള നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക. ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മറികടന്ന് പോകരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ നമ്മളിന്ന് കണ്ടത് ചന്ദ്രാനന്ദൻ റോഡിലൊക്കെ അതുവഴിയൊക്കെ ചാടിക്കിടക്കുന്ന ഭക്തരെയൊക്കെയാണ്. അപ്പോൾ ജീവൻ പോലും പണയം വെച്ചുള്ള ഒരു രീതിയിലേക്ക് പോകരുത്, മാറരുത്. കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുമായി വരാനിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒന്ന് ക്ഷമിക്കുക നമ്മൾ. കാരണം 2-2.5 മാസക്കാലം ദർശനത്തിലുള്ള സമയമുണ്ട്. അപ്പോൾ അതിന് ഈ ആളുകളുടെ എണ്ണം എല്ലായ്പ്പോഴും എല്ലാ ദിവസവും മാധ്യമങ്ങളടക്കം, മാതൃഭൂമി ന്യൂസ് അടക്കം അവിടുത്തെ ഭക്തരുമായിട്ട് ബന്ധപ്പെട്ട ഭക്തരുടെ വരവ് സംബന്ധിച്ചുള്ള കണക്കുകൾ കൃത്യമായി അറിയിക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിച്ച് മാത്രം സൗകര്യപ്രദമായ രീതിയിലാണ് ദർശനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നിലയ്ക്കലേക്ക് എത്തുന്ന ആളുകളൊക്കെ തന്നെ അവിടെ വലിയ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലയ്ക്കൽ നിന്നും ഇലവന്തിട്ടയിൽ നടക്കം വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അറിയിപ്പായി വരുന്നത്. പിന്നീട് കാനനപാതയിൽ നിന്ന് വരുന്ന ആളുകൾ, സത്രം വഴിയും പുല്ലുമേടുമൊക്കെ വഴി വരുന്ന ആളുകളും വലിയ കരുതൽ സ്വീകരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ADGP ശ്രീജിത്ത് ഉൾപ്പെടെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ അടക്കം ഇപ്പോൾ നിർദ്ദേശമായി നൽകുന്നത്.